അപ്പം ഡയറക്ടറെ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ആ തൊട്ടോട്ടെ. ആ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. നിങ്ങളുടെ പ്ലേ തൊട്ടോട്ടെ എന്നുള്ള തമ്പ് കണ്ടിട്ട് ആരും കയറി തൊടാൻ നിൽക്കണ്ട. കാരണം ഇത് അന്തമാതിരി ഒരു സാധനമേ അല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. ആക്ച്വലി എല്ലാവർക്കും അറിയാം ഈ തൊട്ടോട്ടെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തു വന്നിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. അതിൽ നിന്ന് മാറി കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചുമാണ് ഈ തൊട്ടോട്ടേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇനി ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് കാര്യത്തിലേക്ക് വരുവാണ്. ഇതിപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തും അവർ പറയണത് ഒരു സിനിമ ചെയ്യുന്ന അത്രയും പണിയില്ല എങ്കിലും ഷോർട്ട് ഫിലിം അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം എടുക്കുന്നവർക്ക് അറിയാം. ഇപ്പം നമ്മൾ സിനിമ ചെയ്യുവാണെങ്കിൽ ശരിക്കും ഷോർട്ട് ഫിലിമിനെക്കാട്ട് സിമ്പിളാണ്. നമുക്ക് ലൊക്കേഷൻ കാണാൻ പോകണമെങ്കിൽ വണ്ടിയുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഫുഡ് തരാൻ ആൾക്കാരുണ്ട്, ക്യാരവാനുണ്ട്, പിന്നെ എല്ലാം വളരെ സിമ്പിളായിട്ട് നടക്കും. നമുക്ക് റിസ്ക് വളരെ കുറവാണ്. പക്ഷെ ഇതിനെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഡീനായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ നമുക്ക് അറിയാം, ഞങ്ങൾ ഇങ്ങനെ മഴയിൽ നനഞ്ഞ് അത് ഇതാക്കി ലൊക്കേഷൻ കാണാൻ പോകുന്നു. അപ്പോൾ എറണാകുളത്ത് ബ്ലോക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ എടുത്ത് മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ഒരു കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. വളരെ കഷ്ടപ്പാട് ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അത് കൊമേഴ്ഷ്യലി സക്സസ് ആയി, 100% സക്സസ് ആയി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ട് ഇപ്പോൾ 4 മാസം കണ്ട് കഴിഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾ BTS ഇറക്കിയിട്ടില്ല. ഇന്നാണത് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടിയത്. കാരണം ഈ ബെന്ന് ചെങ്കായിക്കൊക്കെ ഫുള്ള് തിരക്കാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പുള്ളിക്ക് കിട്ടൂല. കാരണം തിരക്കാണ്, വർക്കുകളുണ്ട്. നമുക്ക് ഒരു സാധനം കൊമേഴ്ഷ്യലി ഹിറ്റ് അടിപ്പിക്കാൻ പറ്റി, പിന്നെ കഴിവുണ്ട് എല്ലാം. എനിക്ക് എൻ്റെ കഴിവുണ്ടില്ല കേട്ടോ, ബെന്നിന് കഴിവുണ്ട്. അപ്പൊ ചോദിച്ചേട്ടാ ആ സാധനം അപ്പൊ എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ അങ്ങോട്ട് ലുക്ക് കൊടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയാൽ മതി. ഓക്കെ കട്ട്. നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ആ ക്ലൈമാക്സ് എങ്ങനെ ക്രാക്ക് ചെയ്യും, അതിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇത് റിവീൽ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എങ്ങനെ ആയിരിക്കും. അപ്പോഴാണ് ഞാനൊരു ദിവസം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ KSRTC ലോ ഫ്ലോറിൽ ഇങ്ങനെ ആടി ഇങ്ങനെ വരിക. അല്ല ആടി മീൻസ് ഇങ്ങനെ അറിയാലോ, ലോ ഫ്ലോർ ഇങ്ങനെ ആടും. അപ്പോൾ അങ്ങനെ ആടി വരിക. അപ്പോൾ ഉണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ സ്പോട്ടിഫൈയിൽ ഇങ്ങനെ പ്ലേലിസ്റ്റിലെ സോങ്സ് ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഒരു സോങ് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ സീൻ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇതിനെ എങ്ങനെ വർക്ക് ചെയ്യാം, ഇതിനെങ്ങനെ നന്നാക്കാം, അതായിരിക്കും എപ്പോഴും മൈൻഡിലുണ്ടാവും. അപ്പോൾ ഏത് സോങ് കേൾക്കുമ്പോഴും ആരുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് എൻ്റെ കഥയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആ വർക്കിന് എൻ്റെ ഒരു ഡ്രാഫ്റ്റിന് എങ്ങനെ അത് എന്താ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ എപ്പോഴും ഉള്ള ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഹുക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് ചെയ്ത് അവസാനം ക്ലൈമാക്സിൽ ഇങ്ങനൊരു പാട്ടിലൂടെ നമ്മുടെ ക്ലൈമാക്സ് കൊടുത്തുകൂടാ. In my eyes burns a secret, yet then I have no regret. ഇവനിപ്പം നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് റിലീസും കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഫുള്ള് ഇൻഫോപാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പോയിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വന്ന് കുറേ വള്ളികളും കൊണ്ടാണ്. അതിന് നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരു സാധനത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇത്രയും റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ടീം, നമ്മുടെ റൈറ്റർ, DOP, പ്രൊഡക്ഷൻ കൺട്രോളർ, ആക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ
ജസ്റ്റ് അടിപൊളിയായിട്ട് ഇവരുടെ കാര്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പക്കയായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി പറയുകയാണ്. കാരണം പേരെടുത്ത് പറയണമെങ്കിൽ പേര് കുറേ ഉണ്ട് പറയാൻ. അതുകൊണ്ട് ആരുടെയും പേര് മെൻഷൻ ചെയ്യാതെ അങ്ങ് വിടുന്നത്. എനിവേ ഇനിയും നല്ല വർക്കുകളുമായിട്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സിനിമകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഫ്ലാഗ് സ്റ്റുഡിയോയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ തൊട്ടോട്ട് ചെയ്ത പോലെ തന്നെ നല്ല എന്തെങ്കിലും കഥകളോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കോണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് മെയിൽ അയക്കുക. നമ്മളത് റിവ്യൂ ചെയ്തിട്ട് ഇപ്പം അത് മാത്രമല്ല, നിങ്ങൾ ഷൂട്ട് ചെയ്ത എന്തെങ്കിലും കോണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് നമുക്ക് മെയിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെയിൽ ID അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. എന്തായാലും നമ്മളെപ്പോലെ തന്നെ ഒരു എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡാണ് ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ കമ്പനിയുടേത്. Bro, ഒരു റിയാക്ഷൻ എടുക്കൂ ബ്രോ. How to control your emotions?